ഇന്നലെ രാത്രി കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഗ്യാസ് തീർന്നു. കഴിഞ്ഞ മാസം 3600 രൂപയാണെങ്കിൽ ഈ മാസം 3300 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ അവിടെ ഓർഡർ ചെയ്യാൻ വിളിച്ചപ്പോൾ സാധനം സ്റ്റോക്കില്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്തിക്കാന്ന് പറഞ്ഞിട്ട് സാധനം ഡെലിവറി ചെയ്തപ്പോൾ 2:30 ആയി. ഇന്നലെ രാത്രി ചിക്കൻ കറിയും ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചപ്പാത്തി ഞാനിവിടെ പരത്താൻ തുടങ്ങിയതും ഗ്യാസ് കയറുന്നത് ഒരുമിച്ചായിരുന്നു. കറി നേരെ ചൂടാറിയ ശേഷം ഞാൻ നേരെ ഫ്രീസറിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. ആ കറി തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാം. പിന്നെ കുറച്ച് കപ്പ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കറി നമുക്ക് തിളപ്പിക്കാനും വെക്കാം. കപ്പ വെറുതെ വേവിക്കാണ്ട് കപ്പ പുഴുക്കായിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടെ ചിക്കൻ കറിയിൽ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കണം. കറി അവിടെ നിന്ന് തിളച്ചോളും. കപ്പയിലോട്ട് ഇടാൻ വേണ്ടി തേങ്ങ ഒതുക്കിയെടുക്കും. കുറച്ച് തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് അരച്ചിടും. ആ വെന്ത കപ്പയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. എനിക്കിതൊക്കെ ഉണ്ടാക്കുമ്പോഴും മീൻകറിയുടെ കൂടെ കഴിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ എന്തു പറയാനാ, നമ്മുടെ ഇപ്പോൾ ചിക്കൻ കറിയിലുള്ളൂ. ഇനി കപ്പയിലേക്ക് കടുക് പൊട്ടിച്ചിടുക. അപ്പം അത്രേ ഉള്ളൂ, കപ്പ പുഴുക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് രണ്ടും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ നാളെ കാണാം. ഓക്കെ, ബൈ.